ജാഗ്രതയിൽ വിശദമായ വാർത്തയിലേക്ക് പോവുകയാണ്. കോഴിക്കോട് അശോകപുരത്ത് വീട് പണയത്തിന് നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ്. വീട്, ഫ്ളാറ്റ് എന്നിവ പണയത്തിന് നൽകാമെന്ന് പറഞ്ഞാണ് അശോകപുരം സ്വദേശിനി മെർലിൻ ഡേവിഡ് തട്ടിപ്പ് നടത്തിയതെന്നാണ് ആരോപണം. നിരവധി കുടുംബങ്ങൾ വൈകിട്ടോടെ പറ്റിക്കപ്പെട്ടെന്ന പരാതിയുമായി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തി. ഞങ്ങളെ അടുത്തുനിന്ന് പൈസ വാങ്ങിയിട്ട് ഞങ്ങളെ പറ്റിക്കുകയാണ്, ഞങ്ങളെ ചീറ്റ് ചെയ്തതാണ്. ഞങ്ങൾ 3 ലക്ഷമാണ് എൻ്റെ അടുത്തുനിന്ന് പോയത്. ആ 3 ലക്ഷത്തിന് ആള് പറഞ്ഞത് അവരെന്നെ വാടക കൊടുക്കാമെന്നാണ്. അപ്പോൾ എൻ്റെ വാടക ഞാൻ തന്നെ കൊടുക്കുക, എൻ്റെ കാശും ഇവരെടുത്ത് 6 കോടിയോളം, അതായത് 10 പവൻ നഷ്ടപ്പെട്ടതുണ്ട്, 7 പവൻ 8 പവൻ. ഇതിൽ പല ആൾക്കാരും ഗോൾഡുകളാണ് വാങ്ങിയത്. പിന്നെ 25 ലക്ഷം, 30 ലക്ഷം, 10 ലക്ഷം, ഈ ഒരു എമൗണ്ടിലാണ് എല്ലാവരും പോയത്. 4.5 ലക്ഷം ആദ്യം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് 50,000 കൂടി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കൂടി തട്ടിക്കൂട്ടി അത് കൊടുത്തു. എങ്ങനെയാ അറിഞ്ഞത് ഈ പണം അവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ? അത് ഈ കോയ പറഞ്ഞു, ഞങ്ങൾക്ക് പണമൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്തണത്. ഇപ്പം എന്ത് ചെയ്യും? ഞങ്ങൾ എവിടെ പോവും, എവിടേക്ക് പോവും? ആരുമില്ല. ഒരു കസാര എടുത്ത് അങ്ങോട്ട് വയ്ക്കാൻ വരെ ഒരാളില്ല എനിക്ക്. ഞങ്ങളൊരു ആളെ മാത്രമല്ല സാറ് കണ്ടില്ല, വയനാട് വരെയുള്ള ആൾക്കാരെ ഈ അമ്മ പറ്റിച്ചിരിക്കുക. വയനാട് വരെയുള്ള ആൾക്കാരെ ഈ അമ്മ പറ്റിച്ചത്. ഇപ്പം അത് മുങ്ങി പടവും കൊണ്ട്. ഇപ്പം എന്നോട് വന്നിരുന്ന ഇത് എൻ്റെ വീടറിയും, പക്ഷെ അത് അയ്മൻ്റെ വീടല്ല, മുസ്ലിംസിലൊരു വീടായിരുന്നു, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇത് എൻ്റെ വീട് അയച്ച് പിന്നെ 3 ലക്ഷം തന്നാലും അയച്ച് ഇവിടെ പണയത്തിൽ നിൽക്കാൻ തന്നെ. അങ്ങനെയാണ് ഞങ്ങൾ എഗ്രിമെൻ്റ് ആക്കുന്നത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ചതിയാണെന്നുള്ളത്. എൻ്റെ ബ്രദറിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട് രാജേന്ദ്ര ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. അപ്പോൾ ആ വീട് ഇപ്പം ബ്രദറിൻ്റെ അടുത്ത് വാടകയ്ക്ക് വാങ്ങിയത് മെർലിൻ ഡേവിസ്. എന്നിട്ട് അവരത് മറിച്ച് പണയത്തിന് മറ്റൊരാൾക്ക് 6 ലാഖിന് കൊടുത്തിരിക്കുക. അപ്പം നമ്മളിപ്പോൾ അറിഞ്ഞത് പഠിത്തം. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. രതീഷ്, എങ്ങനെയാണ് ഈ വീട് വാടകയ്ക്ക് നൽകാം എന്നൊക്കെ പറഞ്ഞ് ആളുകളിൽ നിന്ന് ഇത്രയും ലക്ഷക്കണക്കിന് രൂപയൊക്കെ വാങ്ങാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഇവരുടെ ഒരു തട്ടിപ്പ് രീതി? പോലീസ് എന്താണ് ഇത് സംബന്ധിച്ച് പറയുന്നത്? രജീഷ്, നമ്മൾ മനസ്സിലാക്കിയനുസരിച്ച് സാധാരണ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നു, വാടക അഡ്വാൻസ് കൊടുക്കുന്നു, വാടക കൊടുക്കുന്നു എന്ന രീതിയാണ്. പക്ഷേ വാടകയില്ലാതെ ലീസിന് വലിയ എമൗണ്ട് കൊടുത്ത്, അതായത് 2 ലക്ഷവും 3 ലക്ഷവും 5 ലക്ഷം വീടിൻ്റെ സാധ്യതയും സൗകര്യവും ഒക്കെ അനുസരിച്ച് അത്തരത്തിൽ ഒരു രീതി ഇവിടെ ഈ ഭാഗത്ത് മലബാറിലൊക്കെ തന്നെ വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള ആളുകൾക്ക് വാടക കൊടുക്കേണ്ടതില്ല. ഈ 5 ലക്ഷമോ അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന ആവശ്യപ്പെടുന്ന 10 ലക്ഷമോ കൊടുത്ത ശേഷം വാടക കൊടുക്കേണ്ടതില്ല. അവരുടെ വാടക എഗ്രിമെൻ്റ് തീരുന്ന കാലാവധിയിൽ ഈ പണം തിരികെ അവർക്ക് കിട്ടുന്ന ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക്, ഇത്തരം ഒരു എഗ്രിമെന്റിലേക്ക്, ഇത്തരം ഒരു കരാറിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യം മുതലാക്കിയാണ് ലീസ് എഗ്രിമെന്റ് എന്ന രീതിയിൽ ഈ സ്ത്രീ ഇത്തരത്തിൽ കൂടുതൽ ആളുകളിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇതിന്റെ സാധ്യത എന്താണെന്ന് വെച്ചാൽ, ഇവർ ആദ്യം ഒരു വാടക വീട് എടുക്കുന്നു. ആ വാടക വീടാണ് ഇവർ മേൽവാടകയ്ക്ക് ലീസ് എഗ്രിമെന്റിന് ഇത്തരം വാടകയ്ക്ക് എത്തുന്ന ആളുകൾക്ക് നൽകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ ഉടമയുമായി നേരിട്ട് ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ബന്ധമില്ല. സ്വാഭാവികമായിട്ടും 2-3 മാസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വാടക ലഭിക്കാത്തപ്പോൾ വാടക ഉടമ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തും. 4-മത്തെയോ 5-മത്തെയോ മാസം വാടക കുടിശ്ശികയാണ്, സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇറങ്ങണമെന്ന് ആവശ്യപ്പെടും. അത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായപ്പോഴാണ് ഇത്തരത്തിൽ ഇവർ വ്യാപകമായി ഇത്തരത്തിൽ പലയിടത്തും ലീസ് എഗ്രിമെന്റിൽ ലക്ഷങ്ങൾ വാങ്ങിയെന്നും പക്ഷേ ഈ ഉടമയ്ക്ക് ഇത് നൽകാതെയാണ് ഇവർ ഈ കാര്യത്തിൽ ഇത്തരത്തിൽ വീടുകൾ നടക്കുന്നെന്ന് ആരോപണമുണ്ട്. എന്തായാലും നടക്കാവ് പോലീസിൽ 60-ലധികം കുടുംബങ്ങളാണ് പരാതിയുമായി എത്തിയിട്ടുള്ളത്. വലിയ പ്രതിഷേധവും വലിയ ആശങ്കയുമാണ് ഈ വിഷയത്തിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്കുള്ളത്. അശോകപുരം ഭാഗത്ത് നിരവധി ആളുകളാണ് ഇത്തരത്തിൽ. രതീഷ്, അശോകപുരം സ്വദേശിനി മെർലിൻ ഡേവിഡിനെതിരെയാണ് നിരവധി കുടുംബങ്ങൾ ഇത്തരത്തിൽ പരാതിയുമായി എത്തിയിട്ടുള്ളത്. അന്വേഷണം തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത്.